കുറച്ച് നാളായിട്ട് നാച്ചുട്ടൻ്റെ ഒരു പരാതിയാണ് ഗെയിം കളിക്കാനായിട്ട് സ്പാർക്കീസി കൊണ്ടുപോകുന്നില്ലെന്ന്. എന്നാൽ പിന്നെ ആ പരാതി ഇന്നങ്ങ് തീർക്കാമെന്ന് വെച്ച് നമ്മളെല്ലാവരും റെഡിയായി പുറത്തോട്ട് ഇറങ്ങി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള പോക്കാണല്ലേ എന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വരുന്നതാണ് നാച്ചുട്ടൻ. ഇവന് കാറി കയറി 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പം ബാത്റൂമിൽ പോകണം. എല്ലാ പെട്രോൾ പമ്പും സന്ദർശിച്ച് ഞങ്ങൾ പെട്രോൾ പമ്പ് തീർത്ഥയാത്രയിലാണ് എവിടെയെങ്കിലും പോവാറ്. ഈ വരുന്നതാണ് അപ്കമിങ് ടെറർ നമ്മുടെ വീട്ടിലത്തെ അബിക്കുട്ടി. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാറി കയറി എല്ലാവരും സ്വസ്ഥവും സമാധാനമായി സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ വരും. അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ചെറിയൊരു സന്തോഷമൊക്കെ കിട്ടി മിണ്ടാതിരിക്കും കുറച്ച് നേരത്തേക്ക്. ഇതാണ് നമ്മുടെ വീട്ടിലെ ഹംഗ്രി സ്റ്റാർ മറിയാമ്മ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ 20 മിനിറ്റിലും അലാം വെച്ച മാതിരി വിശക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി കൂട്ടിപ്പെറുക്കി നമ്മളൊരു യുദ്ധത്തിന് പോകുന്ന പോലെയാണ് പുറത്തേക്ക് ഇറങ്ങാറ് സാധാരണ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴാണ് പുറത്ത് നല്ല പൊടിക്കാറ്റും നല്ല വൃത്തികെട്ട ക്ലൈമറ്റും. അത് പിന്നെ അങ്ങനെ വരൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നേരെ നമ്മൾ ഖൽദിയമാളിലേക്ക് എത്തി. ഖൽദിയമാളിലാണ് സാധാരണ പോകാറ്. അവിടെ അത്യാവശ്യം ചെറുതുമല്ല അന്ന് ഭയങ്കര വലുതുമല്ലാത്തൊരു സ്പാർക്കീസാണ്. അങ്ങനെ നമ്മൾ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് നേരെ കൗണ്ടറിലേക്ക് വന്നു. നാച്ചു അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. വേറെ കുറച്ച് ടോയ്സ് ഒക്കെയാണ് ആളുടെ ലക്ഷ്യം. നമ്മളത് നോ ഒക്കെ പറഞ്ഞ് നേരെ പേയ്മെൻറ്റ് നടത്താനെത്തി. റേറ്റൊക്കെ നല്ല അത്യാവശ്യം കട്ടി റേറ്റുകളാണ്. 355 ആണ് സ്റ്റാർട്ടിങ്. പക്ഷേ നമുക്കന്ന് 300-ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ അത് ചെയ്തു. 4 മാസത്തേക്കായിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അബിക്കുട്ടിയാണെങ്കിൽ അവിടെ ഓടി നടക്കുകയാണ്. ചെക്കൻ നേരെ ഈ ഒരു റൈഡിലേക്ക് കയറി. ഇതിലത്തെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുവിന് പേയ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ പാരൻസിന് ഒരാൾക്ക് ഫ്രീ ആയിട്ട് കയറാം. നാച്ചു കയറിയപ്പോൾ തുടങ്ങി എന്നോട് പറഞ്ഞ് ഡാഡ പിടിച്ചിരുന്നോളൂ, ഭയങ്കര ഡേഞ്ചറാണ്, സ്പീഡാണ്, പേടിയാവുന്നൊക്കെ. അവനറിയില്ലല്ലോ നമ്മളൊക്കെ വീഗാലാൻഡിൽ 1.5 തെങ്ങ് പൊക്കത്തിൽ ഊഞ്ഞാലാടിയിരുന്ന ആൾക്കാരാണെന്ന്. നാച്ചു ഇത് സ്റ്റാർട്ടായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല കരച്ചിലും ബഹളമായി. ഞാനാണെങ്കിൽ മുഖത്ത് നോക്കി ഒരു പുച്ഛം വെച്ചു കൊടുത്തു. അവൻ എന്നെ ഉപദേശിക്കാൻ വന്നിട്ട് അവിടെ കിടന്ന് കാറി പൊളിക്കായിരുന്നു. മമ്മി ഇപ്പോൾ വീട്ടിൽ നാച്ചുവിന് ഫുഡ് കൊടുക്കുന്നത് മര്യാദയ്ക്ക് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്പാർക്കീസി കൊണ്ടുപോയി ആ റൈഡിൽ കയറ്റിയിട്ട് 4 പ്രാവശ്യം കറക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അതിൻ്റെ പരിപാടി തീർന്നു. നമ്മൾ അടുത്ത റൈഡ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കന് ഇനി ജന്മം ചെയ്ത് അതിൽ കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അബിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് റൈഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ ആൾ കയറി ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഇതേപോലത്തെ കുറേ ചെറിയ ചെറിയ സെറ്റപ്പുകൾ അവിടെ ഉണ്ട്. അടുത്തതായിട്ട് നാച്ചുട്ടൻ്റെ കരച്ചിൽ പ്രഹസനമാണ്. ആൾ ചെന്നപ്പോഴേക്കും ഫ്രണ്ടിൽ ആരോ കയറിയിരുന്നു. അങ്ങനെ ഫ്രണ്ട് സീറ്റ് കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അടുത്തതിൽ കയറാമെന്ന് പറഞ്ഞ് ആളെ സമാധാനിപ്പിച്ച് നിർത്തി. അങ്ങനെ നെക്സ്റ്റ് റൈഡിൽ നമ്മൾ എല്ലാവരും കയറി. മറിയാമ്മയും കൂടെ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. എന്തിനാണാവോ എന്തോ. അങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ മറിയാമ്മ ബാക്കിലിരുന്ന് വൻ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈസ്. അതുപോലെ തന്നെ ഇവിടെ ഐസ് സ്കേറ്റിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിലേക്ക് കാല് വയ്ക്കാൻ നിന്നില്ല. ഇനി അതുമേന്നും കൂടി വീഴാൻ ബാക്കിയുള്ളൂ. മറിയാമ്മ കുട്ടികളെ കളിപ്പിക്കാനാണ് എന്നുള്ളൊരു വ്യാജേന അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസാണ് ലക്ഷ്യമെന്ന് കണ്ടു നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ മറിയാമ്മയും പിള്ളേരും കൂടി അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കാനായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനും ചാടി ഇറങ്ങി. നാച്ചുവിനെ പിടിച്ച് 4 വലിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതോടുകൂടി മറിയാമ്മ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് അപ്പുറത്ത് മാറി ഇരുന്ന് ബോൾ എടുത്തിട്ട് കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് കാണണമെന്ന് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിള്ളേർ ഇതിൻ്റെ ഉള്ളിൽ ഓടിക്കളിക്കുന്നതും ബോളൊക്കെ എടുത്തിടുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 40 ദിറംസിന് 2 hours ഇവർക്ക് ഇവിടെ പ്ലേ ചെയ്യാം. നമ്മൾ നമ്മുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് ഷോപ്പിംഗ് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരെടുത്താൽ മതി. നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരായിരിക്കണം. ഈ നാച്ചുമൊക്കെ ഒരു 2 മിനിറ്റ് നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ബഹളമാണ്. മറിയാമ്മ ഇവിടെ എന്തൊക്കെയോ കമ്പോസ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അത് പുറത്ത് കേൾപ്പിക്കാൻ കൊള്ളില്ലാത്തതിൻ്റെ പേരിൽ ഞാനത് മ്യൂട്ടാക്കിയിട്ട് എൻ്റെ വോയിസ് കയറ്റിയേക്കുവാണേ. മാമനോടൊന്നും തോന്നരുത്. ഒരു ദിവസം കഴിഞ്ഞ് പോകാൻ നമ്മൾ എന്തൊക്കെ സഹിക്കണം ഗൈസ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇവിടെ ബൗളിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ടീമൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗെയിം കളിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. 1 hour 25 ദിറംസ് അങ്ങനെ എന്താണെന്നാണ് എൻ്റെ ഒരു അറിവിൽ. മറിയാമ്മ ഇവിടെ യുദ്ധഭൂമിയിലെ ബടനായിട്ട് നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെടിവെച്ചിടുക എന്ന ലക്ഷ്യത്തോട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്യൂസ്ഡേ ഈ ഗെയിമുകൾക്കൊക്കെ 1 ദിറംസേ ഉള്ളൂ. ട്യൂസ്ഡേ സ്പെഷ്യൽ ഓഫറാണ്. ഈ ഗ്രീൻ കളറിലുള്ള എല്ലാം നമുക്ക് 1 ദിറത്തിന് കിട്ടും. അതുപോലെ തന്നെ ഈ കാറിൻ്റെ ഗെയിമിനും നമുക്ക് 1 ദിറംസേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഈ ഗെയിമുകൾക്കൊക്കെ 15 ദിറംസ് 20 ദിറംസ് റേഞ്ചിൽ വരും. അതുപോലെ തന്നെ വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ കളറിലുള്ളതും പിന്നെ സെലക്റ്റഡ് ഗെയിംസിനൊക്കെ 50% ഓഫ് ഉണ്ടാവും.
അങ്ങനെ ഇടികൊണ്ട് നടുവൊടിയുന്ന അവസ്ഥയിലേക്ക് എത്തി. അബിക്കുട്ടിയാണെങ്കിൽ ഓടി നടന്ന് കളിച്ച് ആൾ നേരെ ഉറക്കമായി. എല്ലാവരും അത്യാവശ്യം ടയേർഡായി. നമ്മളങ്ങനെ പോവാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. കുറച്ച് ഫുഡ് അടിക്കണം. അതിന് വേണ്ടിയിട്ട് നേരെ നമ്മുടെ കുംഭകോണം കഫേയിലേക്ക് എത്തിയിട്ടുണ്ട്. നാച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുഡ് കോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് ഒരു ഐസ്ക്രീം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നെടുമുടി വേണു മറ്റു മൂകാംബിക ക്ഷേത്രത്തിൽ പോകണതിൽ അവന് ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം കഴിക്കണം. എന്താണെന്നറിയില്ല. എന്തായാലും റീസണബിൾ റേറ്റുമാണ്, അത്യാവശ്യം നല്ലതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോഴൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തി. ഇതുപോലെ മസാല ദോശ, അതേപോലെ തന്നെ പൊടി ഇഡ്ഡലി, പൊടി ദോശ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഫിൽറ്റർ കോഫി നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും അറിയാൻ ഓർഡർ ചെയ്ത് തന്നെ ഞാനും ഓർഡർ ചെയ്യാറുള്ളൂ. ഫോർ ദ സേഫ്റ്റി സൈഡ് എല്ലാ ഭർത്താക്കന്മാരും അനുഭവിക്കുന്ന ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ. നമ്മുടെ ഫുഡ് എടുത്തിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത ഫുഡ് നമുക്ക് തരും. അത് ഒഴിവാക്കാനായിട്ട് അവരെന്താണ് ഓർഡർ ചെയ്യുന്നത് അത് തന്നെ ഓർഡർ ചെയ്യാവുന്നൊരു തന്ത്രമാണ് ഞാൻ ഇത്ര നാളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ ഔട്ടിങ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് അവസാനിച്ചു. എന്തായാലും എല്ലാവരും ഹാപ്പി. വീഡിയോ കണ്ട നിങ്ങൾക്കും താങ്ക്സ്.